Welcome to NRI World. പ്രവാസി മലയാളികളുടെ ദീർഘകാലത്തെ ആവശ്യമായ സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി നോർക്ക കെയർ ഒടുവിൽ യാഥാർത്ഥ്യമാവുകയാണ്. നവംബർ 1 മുതൽ പരിരക്ഷ ലഭ്യമായി തുടങ്ങിയിരിക്കുന്ന പദ്ധതിയിൽ വിദേശത്തുള്ള കേരളീയർക്കും കുടുംബങ്ങൾക്കും പ്രയോജനം ലഭിക്കും. ഏറെക്കാലമായി പ്രവാസി കേരളീയരുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു സമഗ്രമായ ആരോഗ്യ അപകട ഇൻഷുറൻസ് പരിരക്ഷ എന്നത്. പദ്ധതിയിൽ 2025 നവംബർ 30 വരെ ചേരാം. രൂപയാണ് ഒരാൾക്ക് വാർഷിക പ്രീമിയം. ഭർത്താവും ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്ന കുടുംബ ഇൻഷുറൻസിന് 13,275 രൂപയാണ് പ്രീമിയം. 2ൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ ഓരോ കുട്ടിക്കും 4,130 രൂപ അധികമായി നൽകണം. 25 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് കുടുംബ ഇൻഷുറൻസിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്നവർക്കും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കുമാണ് പദ്ധതിയിൽ അംഗമാകാൻ കഴിയുക. പ്രവാസികളിൽ നോർക്ക പ്രവാസി ID കാർഡ് ഉള്ളവർക്കും സ്റ്റുഡന്റ് ID കാർഡ് ഉള്ളവർക്കും നോർക്ക കെയർ പരിരക്ഷ ലഭിക്കും. 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സയാണ് ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രവാസികൾക്ക് 70 വയസ്സുവരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. നിലവിലുള്ള രോഗങ്ങൾക്കും ഇൻഷുറൻസ് ലഭിക്കും. ക്യാഷ്ലെസ് ഇല്ലാത്ത ആശുപത്രികളിൽ നിന്ന് ക്ലെയിം നൽകാൻ 60 ദിവസം വരെ സമയം ലഭിക്കും. ചികിത്സയ്ക്കായി കിടക്കുന്ന മുറിയുടെ വാടകയ്ക്കായി ഇൻഷുറൻസ് തുകയുടെ 1% ലഭിക്കും. ICU ചാർജുകൾക്ക് ഇൻഷുറൻസ് തുകയുടെ 2% ലഭിക്കും. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് മുൻപുള്ള 30 ദിവസത്തെയും പ്രവേശിപ്പിച്ച ശേഷമുള്ള 60 ദിവസം വരെയുള്ള ചികിത്സാ ചിലവും ലഭിക്കും. ഡേ കെയർ ചികിത്സകളും ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദേശത്ത് അപകട മരണം സംഭവിച്ചാൽ ഇൻഷുറൻസ് തുക പൂർണ്ണമായും നഷ്ടപരിഹാരമായി ലഭിക്കും. ഇതിനു പുറമെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് 50,000 രൂപ ചെലവിനത്തിൽ ലഭിക്കും. ഇന്ത്യക്ക് അകത്താണെങ്കിൽ മൃതദേഹം നാട്ടിലെത്തിക്കാൻ 25,000 രൂപയാണ് സഹായം. അപകടത്തിൽ സ്ഥിരമോ പൂർണ്ണമോ ആയ ശാരീരിക വൈകല്യം സംഭവിച്ചാലും ഇൻഷുറൻസ് തുകയായ 5 ലക്ഷം രൂപ ലഭിക്കും. ഭാഗിക വൈകല്യങ്ങൾക്ക് പോളിസി ഷെഡ്യൂൾ പ്രകാരമുള്ള നഷ്ടപരിഹാരമായിരിക്കും ലഭിക്കുക. 1 വർഷമാണ് പോളിസിയുടെ കാലാവധി. ഓരോ വർഷവും ആരോഗ്യ അപകട ഇൻഷുറൻസ് പുതുക്കണം. നോർക്ക കെയർ വിദേശത്തും ഇന്ത്യക്കുള്ളിലും ജോലി ചെയ്യുന്ന പ്രവാസി കേരളീയർക്കും കുടുംബത്തിനുമായുള്ള പ്രവാസി ആരോഗ്യ അപകട പരിരക്ഷ ഇൻഷുറൻസ് പദ്ധതിയാണ്. ഇന്ത്യക്കകത്തും വിദേശത്തുമുള്ള പ്രവാസി കേരളീയർക്കെല്ലാം നോർക്ക കെയറിൽ എൻറോൾ ചെയ്യാൻ സാധിക്കും. 18 മുതൽ 70 വയസ്സ് വരെയുള്ള ആർക്കും മെഡിക്കൽ പരിശോധനകൾ കൂടാതെ തന്നെ എൻറോൾ ചെയ്യാം. നോർക്ക ID കാർഡ്, NRK ID കാർഡ് അല്ലെങ്കിൽ സ്റ്റുഡന്റ് ID കാർഡാണ് എൻറോൾ ചെയ്യുന്നതിനായി വേണ്ടത്. നോർക്ക ID കാർഡ്, നോർക്ക ഇൻഷുറൻസ് കാർഡ്, സ്റ്റുഡന്റ്സ് ID കാർഡ് എന്നിവ ആവശ്യമാണ്. അവ നിശ്ചിത തുകയടച്ച് സ്വന്തമാക്കാനുമാകും. നോർക്ക കെയറിനായുള്ള ആപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ നോർക്ക ID കാർഡ് അല്ലെങ്കിൽ NRK ID കാർഡ് നമ്പർ അല്ലെങ്കിൽ സ്റ്റുഡന്റ് കാർഡ് നമ്പർ എന്നിവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. തുടർന്ന് വിവരങ്ങൾ സമർപ്പിച്ച് പ്രീമിയം അടച്ച് പദ്ധതിയിൽ അംഗമാവുക. നോർക്ക ഹെൽപ്പ് ലൈനിൽ കോൾ ചെയ്യുക അല്ലെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. നോർക്ക കെയർ മൊബൈൽ ആപ്പ് വഴിയും പദ്ധതിയുടെ ഭാഗമാകാം.
ലോകത്തിലെ മികച്ച ടൂറിസം ഡെസ്റ്റിനേഷനുകളിലേക്ക് യാത്ര പോകാൻ ഇനി അധിക ചെലവ് വേണ്ടിവരും. 2026ഓടെ ടൂറിസം നികുതി ചുമത്താനാണ് തായ്ലൻഡ്, ജപ്പാൻ, നോർവേ, ഗ്രീസ്, ഇറ്റലി, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളുടെ നീക്കം. അധികമായുള്ള ടൂറിസത്തെ മറികടക്കുന്നതിനും പ്രാദേശിക അടിസ്ഥാന സൗകര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമാണ് ടൂറിസം നികുതി ഏർപ്പെടുത്തുന്നത്. ആഗോള ടൂറിസം സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ സ്വാധീനം ഈ ടൂറിസം നികുതി ചെലുത്തും. ഇന്ത്യക്കാരുടെ ഇടയിൽ പ്രശസ്തമായ വിദേശ ലക്ഷ്യസ്ഥാനമായ തായ്ലൻഡ് 2026 ഫെബ്രുവരി മുതൽ വിനോദസഞ്ചാരികളിൽ നിന്ന് ഏകദേശം 820 രൂപ ടൂറിസം നികുതിയായി ഈടാക്കാൻ തുടങ്ങും. ഈ ഫീസ് വിമാനം, കര, കടൽ വഴിയുള്ള വിദേശ യാത്രക്കാരിൽ നിന്ന് ശേഖരിക്കും. തൊഴിൽ വിസ ഉള്ളവർക്കും ഇടയ്ക്കിടെ സന്ദർശകരാകുന്നവർക്കും സാധ്യമായ ഇളവുകൾ നൽകിയേക്കാം. ടൂറിസത്തെക്കുറിച്ചും അതിന്റെ അനന്തര ഫലത്തെക്കുറിച്ചും ജാഗ്രതയോടെയാണ് ജപ്പാൻ നോക്കിക്കാണുന്നത്. ജപ്പാൻ 2026 മാർച്ച് മുതൽ ഒരു പുതിയ ശ്രേണിയിലുള്ള ഹോട്ടൽ നികുതി സ്വീകരിക്കും. ഇത് കൂടുതൽ കാര്യക്ഷമമായ ഗതാഗത മാർഗങ്ങൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഉപയോഗിക്കും. നോർവേയും ആദ്യത്തെ ദേശീയ ടൂറിസ്റ്റ് നികുതി 2026 അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. രാത്രി താമസത്തിനും ക്രൂയിസ് സന്ദർശനത്തിനും 3% വരെ നികുതി ഈടാക്കാൻ അധികാരികൾ മുനിസിപ്പാലിറ്റികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗ്രീസിലെ പ്രശസ്തമായ ദ്വീപുകളിൽ ജനത്തിരക്കിന്റെ പ്രത്യാഘാതങ്ങൾ മറികടക്കാൻ ക്രൂയിസ് യാത്രക്കാർക്ക് ഫീസ് ഏർപ്പെടുത്തി. വെനീസിൽ ഉയർന്ന നിരക്കുകളോടെ പ്രതിദിന സന്ദർശക പ്രവേശന ഫീസ് പുനരാരംഭിക്കും. ഏകദേശം 1024 രൂപ നൽകേണ്ടി വരും. സ്പെയിനിന്റെ ടൂറിസം നികുതി വരും വർഷത്തിൽ കൂടുതൽ വിപുലീകരിക്കാൻ പോകുന്നു. താമസത്തിനായി യാത്രക്കാർ നിലവിൽ ഒരു രാത്രിക്ക് 4 യൂറോ അഥവാ 409 രൂപ അധികമായി നൽകുമ്പോൾ ഈ ഫീസ് 2026 100 രൂപ കൂടി വർദ്ധിക്കുകയും 2029ഓടെ 1000 രൂപയ്ക്ക് മുകളിലെത്തുകയും ചെയ്യും. പൈതൃക സംരക്ഷണവും പാരിസ്ഥിതിക പദ്ധതികളും വർദ്ധിപ്പിക്കാനാണ് നികുതി സമ്പ്രദായം ലക്ഷ്യമിടുന്നത്. ബാഗേജിൽ ഈ വസ്തുക്കൾ ഉണ്ടെങ്കിൽ പണി കിട്ടും. എയർലൈനുകൾ സുപ്രധാന നിയന്ത്രണങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വിമാനയാത്രയിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ലോക വ്യോമയാന മേഖല. ഓവർഹീറ്റ് ആകുന്ന ബാറ്ററികൾ വിമാനത്തിനുള്ളിൽ തീപിടുത്തത്തിന് കാരണമാവുകയും വലിയ ദുരന്തങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന ആശങ്ക വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ നടപടി. അടുത്തിടെ 3 എയർലൈനുകൾ ബ്ലൂടൂത്ത് ഇയർഫോണുകൾ ചെക്ക് ഇൻ ബാഗേജിൽ കൊണ്ടുപോകുന്നത് നിരോധിച്ചിരുന്നു. ബിൽറ്റ് ഇൻ ലിഥിയം അയൺ ബാറ്ററികളുള്ള ഉപകരണങ്ങൾ ചെക്ക് ഇൻ ബാഗേജിൽ ഓഫ് ചെയ്ത് വെക്കണമെന്നാണ് നിർദ്ദേശം.
എയർലൈനുകളും ചില ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചില ഉപകരണങ്ങൾ അനുവദിക്കുമ്പോൾ പോലും അതിന് നിബന്ധനകൾ ബാധകമാണ്. ഇത്തരം സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് ആവശ്യമായ നടപടികൾ വ്യക്തമാക്കുന്നതിന് യാത്രക്കാർ എയർലൈൻ വെബ്സൈറ്റുകൾ സന്ദർശിച്ച് വിവരങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. എമിറേറ്റ്സ്, ഇത്തിഹാദ്, ഫ്ലൈ ദുബായ് എയർലൈനുകളുടെ നിബന്ധനകൾ നോക്കാം. 3 വിമാന കമ്പനികളും ഒക്ടോബർ 1 മുതൽ പവർ ബാങ്കുകൾ ക്യാരി ഓൺ മാത്രമാക്കി. എമിറേറ്റ്സിൽ ചെക്ക്ഡ് ബാഗേജ് മാത്രം അനുവദിക്കും. ഇത്തിഹാദിൽ ക്യാരി ഓൺ ബാഗേജും ഫ്ലൈ ദുബായിലാണെങ്കിൽ ചെക്ക്ഡ് ഇൻ ബാഗേജും മാത്രമാണ് അനുവദിക്കുക. ഈ സിഗരറ്റുകൾ 3 വിമാനത്തിലും ക്യാരി ഓൺ മാത്രമാണ്. വിമാനത്തിൽ ചാർജ് ചെയ്യുന്നതും ഉപയോഗിക്കുന്നതും കർശനമായി നിരോധിച്ചിരിക്കുന്നു. കാനഡയിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കൊരു സന്തോഷ വാർത്ത. പഠനത്തോടൊപ്പം ജോലി ചെയ്യുന്നതിനുള്ള നിയമങ്ങളിൽ കാനഡ മാറ്റം വരുത്തി. പുതിയ മാറ്റം അനുസരിച്ച് 24 മണിക്കൂർ വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യാൻ സാധിക്കും. നേരത്തെ 20 മണിക്കൂർ വരെയായിരുന്നു വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യാൻ അനുവാദമുണ്ടായിരുന്നത്. പുതിയ മാറ്റം കാനഡയിലെ വിദേശ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തികമായി ഏറെ ഗുണം ചെയ്യുമെന്നാണ് കണക്കാക്കുന്നത്. ഈ ഇളവ് എല്ലാ വിദ്യാർത്ഥികൾക്കും ബാധകമായിരിക്കില്ല. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഭാഷാ പഠന പരിപാടികളിൽ മാത്രം ചേർന്നവർക്കും പഠനാനുമതിയിൽ ക്യാമ്പസിന് പുറത്ത് ജോലി ചെയ്യാൻ അനുവാദമില്ലെന്ന് നിർദ്ദേശം നൽകിയിട്ടുള്ളവർക്കും ഈ ഇളവ് ലഭിക്കില്ല. ഈ മാറ്റം വിദേശ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന ചെലവുകൾ കണ്ടെത്താനും സാമ്പത്തിക ഭാരം ലഘൂകരിക്കാനും സഹായിക്കും. അതേസമയം കാനഡ വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനം കുറയ്ക്കാനും പദ്ധതിയിടുന്നുണ്ട്. 2026 മുതൽ 2028 വരെയുള്ള കാലയളവിൽ പുതിയ വിദ്യാർത്ഥികളുടെ പ്രവേശനം 49% കുറച്ച് 1,55,000 നിജപ്പെടുത്താനാണ് കാനഡ ലക്ഷ്യം വെക്കുന്നത്. ക്യാമ്പസിനുള്ളിലെ ജോലികൾക്ക് പ്രത്യേക നിയമങ്ങളും കാനഡ പുറത്തിറക്കിയിട്ടുണ്ട്. പോസ്റ്റ് സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് അവരുടെ യൂണിവേഴ്സിറ്റികൾക്കുള്ളിൽ പൂർണ്ണ സമയം ജോലി ചെയ്യാൻ അനുവാദമുണ്ട്. അവധി ദിവസങ്ങളിൽ പൂർണ്ണ സമയ ജോലി ചെയ്യാൻ അനുവാദമുണ്ടെങ്കിലും സാധാരണ അക്കാഡമിക് സമയങ്ങളിൽ ആഴ്ചയിൽ 24 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യാൻ സാധിക്കില്ലെന്നാണ് നിലവിലെ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഓപ്പൺ വർക്ക് പെർമിറ്റ് എന്നത് ഒരു വ്യക്തിക്ക് ഒരു നിശ്ചിത കാലയളവിലേക്ക് ഏതൊരു തൊഴിലുടമയ്ക്കും വേണ്ടി ജോലി ചെയ്യാൻ അനുവാദം നൽകുന്ന ഒന്നാണ്. ഇതിന് ചിലപ്പോൾ തൊഴിൽ മേഖലയിലോ സ്ഥലത്തോ നിയന്ത്രണങ്ങൾ ഉണ്ടാകാം. കാനഡയുടെ ഈ പുതിയ തീരുമാനങ്ങൾ വിദേശ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് കരുതുന്നത്. കാനഡയുടെ പുതിയ നീക്കം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു. ഇനി മുതൽ വിദ്യാർത്ഥികൾക്ക് 24 മണിക്കൂർ ജോലി ചെയ്യാൻ സാധിക്കുമെന്നാണ് കാനഡ അറിയിച്ചിരിക്കുന്നത്. ഇത് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പ്രതീക്ഷ വളരെ വലുതാണ്.
ഔദ്യോഗിക വിവരങ്ങളുമായി NRI ഡെസ്ക്. സൗദിയിൽ കെട്ടിട ഉടമയും വാടകക്കാരനുമിടയിൽ സാമ്പത്തിക ബന്ധം ഉറപ്പാക്കാൻ ഇലക്ട്രോണിക് ഡെപ്പോസിറ്റ് സേവിംഗ് സേവനം ആരംഭിക്കുന്നു. വാടക കെട്ടിടം കേടുപാടില്ലാതെ തിരികെ ഉടമയ്ക്ക് കൈമാറുമ്പോൾ ഡെപ്പോസിറ്റ് തുക വാടകക്കാരന് ഇലക്ട്രോണിക് രീതിയിൽ ലഭിക്കും. ഇജാർ പ്ലാറ്റ്ഫോം വഴിയാണ് സേവനം ലഭിക്കുന്നത്. സൗദിയിൽ ബൈ നൗ പേ ലെറ്റർ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ടാബി ഫിനാൻസ് കമ്പനിക്ക് സൗദി സെൻട്രൽ ബാങ്ക് ലൈസൻസ് അനുവദിച്ചു. തവണകളായി പണമൊടുക്കി സാധനങ്ങൾ വാങ്ങാൻ സൗകര്യം നൽകുന്ന സേവനമാണിത്. റെഡ് സീ ഇന്റർനാഷണൽ ചെങ്കടൽ തീരത്ത് വികസിപ്പിച്ചെടുക്കുന്ന പ്രധാന ടൂറിസം പദ്ധതിയായ അമാല ടൂറിസ്റ്റ് കേന്ദ്രം ഉടൻ സന്ദർശകർക്കായി തുറക്കും. റിയാദിൽ നടന്ന ടൂറിസം ഉച്ചകോടിയിൽ റെഡ് സീ ഇന്റർനാഷണൽ പദ്ധതി ഔദ്യോഗികമായി അനാച്ഛാദനം ചെയ്തു. നിറങ്ങളുടെ വിസ്മയം തീർക്കാൻ ഖത്തറിൽ ലാന്റേൺ ഫെസ്റ്റിവൽ വരുന്നു. അൽബിദ്ദ പാർക്കിൽ നവംബർ 27 മുതൽ 2026 മാർച്ച് 28 വരെയാണ് ഫെസ്റ്റിവൽ നടക്കുക. ഒറ്റ വിസയിൽ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്യുന്നതിന് രൂപീകരിച്ച വൺ സ്റ്റോപ്പ് യാത്രാ സംവിധാനത്തിന് GCC അംഗീകാരം. ഡിസംബർ മുതൽ UAEയും ബഹ്റിനും തമ്മിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കും. സൗദിയിൽ സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് 50,000 റിയാൽ വരെ പാരിതോഷികം നൽകുന്ന പ്രോത്സാഹന പദ്ധതിക്ക് തുടക്കമായി. രാജ്യത്തെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ സംരക്ഷിക്കുന്നതിൽ പൊതുജന പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ സൈബർ സുരക്ഷാ അതോറിറ്റിയാണ് പുതിയ പദ്ധതി നടപ്പിലാക്കുന്നത്. ഷാർജ വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാർക്കായി ഹോം ചെക്ക് ഇൻ സേവനം അവതരിപ്പിച്ചു. യാത്രക്കാർക്ക് സ്വന്തം വീടുകളിലോ ഹോട്ടലുകളിലോ ജോലി സ്ഥലങ്ങളിലോ നിന്ന് ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കാം. 5 മിനിറ്റിനുള്ളിൽ വിസ നൽകുന്ന പദ്ധതിയുമായി കുവൈറ്റ് ഈ വിസ സംവിധാനം വഴിയാണ് 5 മിനിറ്റിനുള്ളിൽ വിസ ലഭിക്കുന്നത്. വിസ റെസിഡൻസി പെർമിറ്റ് നടപടികൾ ലളിതമാക്കാൻ ഇതുവഴി സാധിക്കും. അബുദാബിയിൽ ആവേശ കാഴ്ചകളുമായി ലിവ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ എത്തുന്നു. ഡിസംബർ 12 മുതൽ 2026 ജനുവരി 3 വരെ അബുദാബി ലിവ മരുഭൂമിയിലാണ് പരിപാടി നടക്കുന്നത്. സൗദിയിൽ തൊഴിലാളികൾക്ക് അനുകൂലമായ പുതിയ തൊഴിൽ നിയമം അവതരിപ്പിച്ചു. തൊഴിലാളികൾക്ക് ആഴ്ചയിൽ 1 ദിവസം പൂർണ്ണ വിശ്രമം നൽകണമെന്ന് കർശന ഉത്തരവ്. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ആശ്വാസം. NRI വേൾഡ് ഡെസ്റ്റിനേഷൻ, ഒരു ലോക സഞ്ചാരം. വടക്കൻ വിയറ്റ്നാമിലെ മനോഹരമായ പർവ്വത പ്രദേശം. NRI വേൾഡിൽ അവസാനമായി ഡിഷസ്, പല നാടുകൾ പല രുചികൾ.
കുവൈറ്റിന്റെ ദേശീയ വിഭവത്തിന്റെ വിശേഷങ്ങൾ അറിയാം.